ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, നമ്മൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ സാറ്റർഡേ നമ്മൾ ഒന്ന് വയനാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കുറച്ച് മുന്നേ നമ്മളിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മക്കളെയും കൂട്ടിയിട്ട് എങ്ങോട്ടെങ്കിലും പോകണം. ഇക്ക നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ടൂറൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പം അവരെയും കൊണ്ടൊന്ന് റിസോർട്ടിലോ അങ്ങനെയൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിലെത്താൻ കഴിയുന്ന ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം ഒന്ന് വയനാടും ഒന്ന് കക്കാടംപൊയിലാണ് കേട്ടോ. അപ്പോൾ കക്കാടംപൊയിൽ നമ്മൾ കുറേ പ്രാവശ്യം പോയതാണ്, സ്റ്റേ ചെയ്തിട്ടില്ല, നമ്മൾ പോയിട്ട് വരും. അപ്പോൾ ഇനി ഈ പ്രാവശ്യം നമ്മൾ വയനാട് പോകാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സാറ്റർഡേ ആണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 11 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ച് ലഞ്ച് നമുക്ക് പോകുന്ന വഴി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ വയനാട് പോകുമ്പോൾ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാൻ ഒരേ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുള്ളൂ കേട്ടോ. വൈറ്റ് ഹൗസിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഫുഡാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. വയനാട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വൈറ്റ് ഹൗസിലെ മന്തി ആയാലും നമ്മളെ സാധാ റൈസും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവിടുത്തെ ഓരോ ഫുഡിനും എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ അവിടെ പോയി ഫുഡ് കഴിച്ച് വീണ്ടും നമ്മൾ ഇതാ ട്രാവൽ ചെയ്യാൻ കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കും കേട്ടോ. വയനാട് നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അത്ര ട്രാവലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയൊരു മഴയുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള എന്താ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നല്ല ഭംഗിയാണല്ലോ, പ്രകൃതി കാണാൻ തന്നെ ഭംഗിയാണ്. പിന്നെ വയനാട് പ്രത്യേകിച്ചും കുറേ അധികം ആളുകൾ ഇപ്പോൾ ഈ കക്കാടംപൊയിലായാലും വയനാടായാലും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ചുരം കയറുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കുറേ വണ്ടികളും നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പോകണമൊക്കെ ഭയങ്കര രസമാണ്. അപ്പം ഈ പോണ സമയത്തൊക്കെ അതാ സോയ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കണം കേട്ടോ. എന്താവും അവൾ ഇപ്രാവശ്യം പോയ സമയത്ത് ഭയങ്കര അടിപൊളിയായിട്ടായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ചില സമയത്ത് ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആവും. ഇങ്ങോട്ട് പോന്നപ്പം നല്ല കരച്ചിലായിരുന്നു, തിരിച്ചു പോന്നപ്പോൾ. പക്ഷെ അങ്ങോട്ട് പോയ സമയത്ത് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 2 മണിയാകുമ്പോഴത്തേന് നമ്മൾ റിസോർട്ടിലെത്തണം. അപ്പം അതിനായിട്ടാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മൾ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം വൈകിയതല്ല, ഫുഡ് കഴിക്കണം ഒക്കെ കൂടെ ആയപ്പം ഒന്ന് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴം വാങ്ങിയല്ലോ സോയ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോട് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി പറയാൻ കേട്ടോ. നമ്മുടെ ചെറിയ ആൾ സോയനെ നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, സ്കൂളിൽ പോകൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവൾ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അൽഹംദുലില്ലാ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ അവൾ. എനിക്ക് അന്നുവിനെ ആയാലും ഫിയനെ ആയാലും സ്കൂളിൽ ചേർത്തിയ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രത്തോളം ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടോ എനിക്ക്. നമ്മളെ ചെറിയ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണല്ലോ, അവർ എങ്ങനെയാകും, നമ്മളടുത്ത് തന്നെയാണ് കൂടുതൽ സമയം അവരുണ്ടാകുക. പിന്നെ ഒരു ദിവസം അവർ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് അവർ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത് സ്കൂളിൽ പോയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ ക്ലാസ്സിൽ ഇരിക്കുന്നതും ഒക്കെ ആലോചിക്കുമ്പോഴേ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഞാൻ ഫുഡ് കൊടുക്കലും ഒക്കെ ഞാനാണ് അവൾക്ക് തന്നെ കഴിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. നമ്മൾ സ്കൂളിൽ പോയാൽ ഫുഡൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കോ ഇല്ലേ, പിന്നെ എന്നെ കാണാതെ നിന്നാൽ കരയോ, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ. അവളെ സ്കൂളിൽ ഫസ്റ്റ് ഡേ തന്നെ കൊണ്ടുവിടാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ മാഷാ അല്ലാ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാതെ ഇത്ര ദിവസം അവൾ നന്നായിട്ട് സ്കൂളിൽ പോയിട്ടോ. ഫിയനെ സ്കൂളിൽ ചേർത്തിയ സമയത്ത് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്നാൽ എന്ന് സ്കൂളിൽ പോകും, സ്കൂൾ വാന് വരുന്ന സമയത്ത് അങ്ങനെ കരയും കേട്ടോ. എന്നിട്ട് സ്കൂൾ വാനിൽ കയറ്റിയിട്ട് പോകും. പിന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ മിസ്സിനൊക്കെ വിളിക്കും. അപ്പം ക്ലാസ്സിലെത്തിയ വലിയ കുഴപ്പമൊന്നുമില്ല, ഇരിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങനെ കഴിയും കേട്ടോ. പിന്നെ അവരൊക്കെ ഉള്ള സമയത്ത് തന്നെ നമ്മൾ എൻ്റെ തറവാട് വീട്ടിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മക്കൾ പോയി കഴിഞ്ഞാലും എനിക്ക് വീട്ടിലാരെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ പിന്നെ അത്ര ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ വീട് വെച്ച് മാറിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു
കുട്ടിയെ നമ്മളെ കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നു കേട്ടോ. അപ്പം അത് എനിക്ക് ഒരു ടെൻഷൻ തന്നെയായിരുന്നു. അവൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാനും അവളും ബാക്കിയുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനും അവളും മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ പിന്നെ അവൾ പോകുന്നതും എനിക്ക് ടെൻഷൻ, ഞാനും ഒറ്റപ്പെട്ടു പോകും, അവളെങ്ങനെയാകും, അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയിലും എൻ്റെ മക്കളെയും എൻ്റെ ഫാമിലിയൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇപ്പോൾ ഇതാ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി റിസോർട്ടാണ് കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയ സമയത്താണ് കാക്കു പറയുന്നത് കേട്ടോ, ഞാനൊരു 3 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്ര ത്തോളം പിന്നെ റൂംസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് അടിപൊളിയായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ റൂം. പറയാതിരിക്കാൻ പറ്റുമോ, സൂപ്പറായിട്ടുള്ള റൂമാണ് കേട്ടോ. നമ്മൾ കുറേ റിസോർട്ടിലൊക്കെ പോയിട്ട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഒരു ഇതിനെന്താ പറയുക, ഹട്ടോ അങ്ങനെ എന്തോ ആണല്ലോ അതിന് പറയാം. അങ്ങനെയുള്ള റിസോർട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഇതാണ് കേട്ടോ റൂമിൻ്റെ ഉൾഭാഗം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡും കാര്യങ്ങളുണ്ട്. പിന്നെ 4 ചെയറുള്ള ടേബിളുണ്ട്, 2-3 സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ TV യൂണിറ്റ് ഉണ്ട്, പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്, പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, പിന്നെ ബാത്റൂം കേട്ടോ. ബാത്റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. പിന്നെ അതുപോലെ തന്നെ റൂമും അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നമുക്ക് കളിക്കാനുള്ള പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് ഒരു ഫാമുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവരിത് സെയിലും ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, തൈകളുണ്ടല്ലോ, അതും ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തൈകളുണ്ടെങ്കിൽ അത് വാങ്ങും വേണം, അതൊക്കെ ഒന്ന് കാണും വേണം. പിന്നെ ഒരു ദിവസം നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. നമ്മളെ വീട്ടിൽ നമ്മൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെ വീട്ടിലാകുമ്പോൾ നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈവനിങ് സ്നാക്ക്, പിന്നെ മക്കളെ കാര്യങ്ങൾ എല്ലാം നമ്മളിങ്ങനെ ഒരു ബിസി ഡേ ആയിരിക്കും, ഫുൾ ഡേ. സ്കൂളിലൊക്കെ സമയമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, സ്കൂളില്ലാത്ത സമയമാണെങ്കിൽ അതിലും കഷ്ടമായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മളൊന്ന് അടിപൊളിയായിട്ട് ചില്ല് ചെയ്തിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളിലേറെ മക്കൾ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പൂളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം സമയം പൂളിലൊക്കെ പോയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ അവർക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് അവരുപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റൂമിൽ കയറിയതിന് ശേഷം ഉപ്പയും മക്കളും ഇതാ നേരെ ബെഡിലാണ് കേട്ടോ കിടക്കുകയാണ് കേട്ടോ. ട്രാവൽ ചെയ്ത് വന്ന ക്ഷീണം അത്രയൊന്നുമില്ല, എന്നാലും ബെഡ് കണ്ടപ്പോൾ ഒന്ന് കിടക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇതാ അവർ കിടക്കുന്നുണ്ട്. അപ്പോൾ കാക്കു ഇതാ TV ഒന്ന് ഓണാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വന്നിട്ട് TV കാണാനാണോ വരുന്നത്, നമ്മളെ വീട്ടിലും TV ഇല്ലേ, അവിടെ നിന്നാലും കണ്ടാൽ പോരെ, പുറത്തൊക്കെ പോയി നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് സമയം കഴിയിട്ടുണ്ട് എന്താ എല്ലാവരും റൂമിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പം ഞാൻ അന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് ഇവർ വേണം കേട്ടോ. നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ വേണം എനിക്ക് പുറത്തിറങ്ങണമെങ്കിലൊക്കെ. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പിന്നെ അതൊരു രസമല്ലല്ലോ. അപ്പോൾ ഇവരെയും കൂട്ടിയിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇവർ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പോൾ അതിനായിട്ടൊക്കെ ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ റിസോർട്ടിൽ എത്തിയിട്ടുള്ളൊരവസ്ഥയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അധികം ചെയ്യാറില്ല. എപ്പോഴും ഓരോ എക്സ്ക്യൂസ് ഉണ്ടാവും എനിക്ക് പറയാൻ. പക്ഷേ നമ്മൾ അടുത്തറിയുന്ന ആളുകൾ നമ്മളോട് ചോദിക്കും, എന്താ യൂട്യൂബിൽ വീഡിയോ ഇടാത്തത്, ചാനൽ നിർത്തിയോ, നല്ലതല്ലേ, നല്ല വീഡിയോസ് ആണല്ലോ, ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒഴിവാകും. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചില സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു ഡിപ്രഷനാണോ അതൊന്നും എനിക്കറിയില്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കേട്ടോ ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല, എന്താ എനിക്ക് പറ്റിയതെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ട, വീട്
ക്ലീനിങ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യൂല. മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ കിടക്കും. കിടക്കന് എപ്പോഴും കിടക്കുക, എണീക്കാനേ തോന്നില്ല. എത്ര നേരം കിടന്നാലും മടുക്കൂല, അങ്ങനെ കിടക്കും. എന്നിട്ട് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ ഒരു കുറച്ചൊരു എനർജി ഉണ്ടാവും. ആ സമയത്തൊക്കെ ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കും, വീട് ക്ലീൻ ചെയ്യും. പക്ഷെ ഒന്നും ഒരു കൃത്യനിഷ്ഠതയില്ലാതെ, ഒരു അടുക്കും ചിട്ടയില്ലാത്ത രൂപത്തിലായിരുന്നു കേട്ടോ കുറച്ച് മാസങ്ങളായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മെഡിസിനും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കെന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ വൈറ്റമിൻ ഡീൻ്റെ ഒരു കുറവ് എനിക്ക് ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ വീട്ടു ജോലികളിലും ഒക്കെ ഒരു ലാഗിങ് വരും. അതെനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ചെയ്യും കേട്ടോ. കാരണം വീട്ടിലെ ജോലികൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു ലാഗിങ് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം എനിക്കറിയാം വൈറ്റമിൻ ഡി കുറഞ്ഞതാണെന്ന് എനിക്കറിയാം. അപ്പം ഒന്ന് പോയി ചെക്ക് ചെയ്യും, അതിന് മെഡിസിൻ എടുക്കും. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഭേദമാവും, കുഴപ്പമില്ലാതാവും. പക്ഷേ ഈ സമയം ഈ ഒരു ഇപ്പം ഞാൻ ഈ ഒരു പറഞ്ഞ ഈ കാലത്ത് വൈറ്റമിൻ ഡി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. വൈറ്റമിൻ ഡീൻ്റെ കുറവൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് പറയാൻ കഴിയാത്തൊരു ടെൻഷൻ, ആരെങ്കിലും ചോദിച്ചാൽ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു ടെൻഷൻ, വീട്ടിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എല്ലാ കാര്യത്തിലും ഓക്കെയാണ്, അൽഹംദുലില്ലാ, ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ടെൻഷനാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇതുപോലെ വന്ന ആരെങ്കിലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റുകളിലൂടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയിലോ ഒന്ന് വന്നിട്ട് പറയണ്ട, എന്താണ് നിങ്ങൾ ചെയ്തത്, എങ്ങനെയാണ് ഇതൊരു അസുഖമാണോ, അതോ ഇത് എല്ലാവർക്കും വരലുണ്ടോ? ഞാൻ ചില ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു ഇതുപോലെ ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് വരലുണ്ട്, പക്ഷെ ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സോടും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നതാണ്. പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ് കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരവസ്ഥയാണ്. ഫുഡ് കഴിക്കാൻ നമുക്ക് തോന്നേയില്ല, വിശക്കണമില്ല, അങ്ങനത്തെ ഒരവസ്ഥ, ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ. എനിക്ക് പറയാൻ പറ്റില്ല. ഇത് നമുക്കൊരാളോട് ഇതെങ്ങനെയാണ് നമ്മളെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ കടന്നു പോയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എന്നോട് കമൻറ്റിലൂടെ ഒന്ന് പറയട്ടോ. നിങ്ങൾ എന്താണ് ഈ ഒരു സംഭവം മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്നും കൂടി ഒന്ന് പറയണുണ്ടോ. പക്ഷേ ഇപ്പം ഞാൻ അൽഹംദുലില്ലാ കുറച്ച് ഓക്കെയാണ്, വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ബാക്കിയുള്ള നമ്മളെ ഡെയിലി റൊട്ടീന് കുറച്ചൊന്ന് ഓക്കെ ആയിങ്ങാണ്ട് വരുന്നുണ്ട്. എന്നാലും എന്തോ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. വട്ടാണോ എന്ന് ചോദിക്കും ചില ആളുകൾ. വട്ടൊന്നും അല്ല ഇത്. എനിക്ക് തോന്നുന്നത് ചില ആളുകൾക്കൊക്കെ വിരലുണ്ടാകും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ. ചിലപ്പോൾ സ്ത്രീകളെക്കാരം ഒരുപാട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ ചില ആളുകളൊന്നും ആരോടും പറയില്ല ഇങ്ങനൊരവസ്ഥയാണെന്ന്. നമ്മൾ മക്കളെയും നമ്മൾ വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മളെ ഹെൽത്തും നമ്മളെ ഒരു മാനസികാവസ്ഥയും നമ്മൾ ആരോടും ഷെയർ ചെയ്യാതെ അങ്ങനെ നിൽക്കും. പക്ഷേ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി നമുക്ക് ആരോടെങ്കിലൊക്കെ ഒന്ന് തുറന്ന് പറയണം. തുറന്നു പറയാൻ നമുക്ക് അത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അതൊരു അസുഖമാണോ എന്ന് എനിക്കറിയില്ല. അപ്പം അറിയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പം എന്താ നമ്മളെ റിസോർട്ടിലെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നമുക്ക് ഡിന്നർ മുതൽ നമുക്ക് സ്നാക്ക് മുതലുണ്ട്, വൈകുന്നേരം ഈവനിങ് സ്നാക്ക് മുതൽ നമുക്ക് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, പിറ്റേന്ന് രാവിലെയാണ്. ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി കാക്കുനി മക്കളൊക്കെ വിളിക്കണ്ട. നമുക്ക് 8 മണിക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 9:30 വരെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഒന്ന് വിളിച്ച് അവർക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഈ ഒരു റിസോർട്ടിൻ്റെ പേര് വരുന്നത് കിങ് ഫ്ലോറ എന്നാണ് കേട്ടോ. അടിപൊളി റിസോർട്ടാണ് കേട്ടോ അത്. കൂടുതലായിട്ട് കാണാനും ചെയ്യാനും ഉള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മളിവിടെ ഫാമൊക്കെ വിസിറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞ് നമുക്കൊരു 11:30 ആകുമ്പം ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ
11:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും. ഇനി വേറെ എവിടെയും പോകുന്നില്ല. വയനാട് നമ്മൾ അധികം വരുന്ന സ്ഥലമാണ്, അപ്പോൾ നമുക്ക് കാണാനൊന്നും അധികമൊന്നുമില്ല. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകാമെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതുക. ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ഒന്ന് പറയും വേണം കേട്ടോ. കാരണം നമ്മളെ അവസ്ഥ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലായിട്ട് അവർക്കത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ കഴിയും. അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവർക്ക് നമുക്ക് തരാനും പറ്റും കേട്ടോ. അപ്പം അതൊന്ന് കമൻറ്റിലൂടെ പറയാം കേട്ടോ, പറയണേ. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഒരു ദിവസം അടിച്ചു പൊളിച്ച് നമ്മളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടോ. നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അത് വേറൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.